JDU-വിനെ വിലയിരുത്തുന്നതിൽ കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ പരാജയം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അത് എത്ര വലുതാണ് എന്ന് ബീഹാർ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ആ നിലയിൽ രൂപപ്പെടേണ്ട ഒരു മഹാസഖ്യം, ആ മഹാസഖ്യം 2024 തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ ചിത്രം മാറുമായിരുന്നു. 2025 ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മാറുമായിരുന്നു. ഇത് തിരിച്ചറിയാൻ ആ മുന്നണിയെ നയിക്കുന്ന കൈയാളുന്ന രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിയാതെ പോകുന്നതിൻ്റെ മറ്റൊരു ദുരന്തം ബീഹാറിൽ കൂടി വീണ്ടും സംഭവിക്കുന്നു എന്ന് അവരിപ്പോൾ വയനാടിനപ്പുറത്തേക്ക് നിലവിൽ കോൺഗ്രസിന് ചിന്തയില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇത് മിഥിലാഞ്ചൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞില്ലേ അർബൻ സെന്റേഡായ ഒരു നിമിഷം, സീമാഞ്ചൽ RJD സെന്റർ ആണല്ലോ. സീമാഞ്ചൽ ഈ MGBയെ സംബന്ധിച്ച് അവിടെ അവർക്കൊപ്പം നിൽക്കുകയാണ്. 10 സീറ്റിൽ NDA അത്ര തന്നെ 12 സീറ്റിൽ എന്നുള്ള നിലയിലാണ് ലീഡ് MGB നിർത്തുന്നത്. അത്ര ക്ലോസ് ഫൈറ്റിലേക്ക് അവർക്ക് കയറി വരാൻ കഴിഞ്ഞിരുന്നു. അർബൻ സെന്റേഡായ മിഥിലാഞ്ചൽ എന്ന് പറയുന്ന മേഖല തൂത്തുവാരുകയാണ് ഈ NDA സഖ്യം. വൻ ഭൂരിപക്ഷത്തിൽ അവിടെ ലീഡ് എടുത്തു പോകുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായി അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കാണേണ്ടത്. ആ സീറ്റുകൾ ഒന്നുകൂടി പരിശോധിക്കാം. അത് രസകരമാണ്. ഇപ്പോൾ 76 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുമ്പോൾ JDU 65 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതേസമയം തന്നെ പാസ്വാന്റെ പാർട്ടി 8 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് വരികയാണെങ്കിൽ RJD വീണ്ടും 59. ഏറ്റവും രസകരമായ കാര്യമാണ് 148 NDA സഖ്യം എത്തുമ്പോൾ മനു നോക്കൂ, ഈ 148 BJPയും JDUയും ഒപ്പത്തിനൊപ്പമാണ്. അതാണ് 65-63 എന്നുള്ളതാണ്. 148 അല്ലെങ്കിൽ 148 അങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ നോക്കൂ, ആകെ 43 സീറ്റിലേക്ക് മാത്രമാണ് നിതീഷ് കുമാർ ചുരുങ്ങിപ്പോയതെങ്കിൽ അതിനെ മറികടന്ന് ആ അപകടത്തെ തിരിച്ചറിഞ്ഞ് BJP തന്നെ മുക്കിക്കളയും, തൻ്റെ പാർട്ടിയെ ഇല്ലാതാക്കിക്കളയും എന്ന് നല്ല തിരിച്ചറിവോടെ തങ്ങളുടെ പാർട്ടിയുടെ സീറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടി, അതായത് ഇന്നേ കാലത്തോളം അദ്ദേഹം ആർജിച്ചെടുത്ത എല്ലാ തന്ത്രങ്ങളും കൃത്യമായി പയറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചില ചാനലുകൾ ഞാനിത് പറയാൻ കാര്യം എന്നറിയോ, നമ്മൾ ഒരു ഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ JDU പിന്നിൽ പോയപ്പോൾ BJPയുടെ ആ രാഷ്ട്രീയ തന്ത്രം ബീഹാറിൽ വിലപ്പോവുന്നു എന്നൊരു ധാരണ രൂപപ്പെട്ടു. പക്ഷേ അവിടെ നിന്ന് കണ്ടത് വളരെ വലിയ മാറ്റമാണ്. അവിടെ നിന്ന് JDU ലീഡ് നില മാറ്റി കയറി വരുന്നു എന്നുള്ളതാണ് കണ്ടത്. ഒരു വരവായിരുന്നു. ആ കയറി വരവിലാണ് BJPക്കൊപ്പം നിൽക്കുന്നത് എന്നതുകൂടി കാണണം. അങ്ങനെ വന്നത് ഇപ്പുറത്ത് RJDയെ വലിയ തോതിൽ ബാധിച്ചു, കോൺഗ്രസിനെ ബാധിച്ചു, മഹാഗഡ്ബന്ധന്റെ ആകെ ബാധിച്ചു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് BJP നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ അവർക്ക് ഉണ്ടായിരുന്ന ആ സീറ്റിലേക്ക് തന്നെ അത് നിൽക്കുമ്പോൾ അവർക്കൊപ്പം തന്നെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഏതായാലും ഈ ഇപ്പോഴത്തെ സീറ്റിൽ വെച്ചാണെങ്കിൽ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ഫോട്ടോ ഒന്നാമത് വെക്കാം, നരേന്ദ്രമോദിയുടെ ഫോട്ടോ രണ്ടാമത് വെക്കാൻ പറ്റുകയുള്ളൂ. കാരണം അത് കൃത്യമായി അദ്ദേഹത്തിന്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നേ കാലത്തോളം ഈ നിതീഷ് കുമാർ ആർജിച്ചെടുത്ത എല്ലാ രാഷ്ട്രീയ തന്ത്രജ്ഞതയും അദ്ദേഹം പുറത്തെടുത്തു എന്നതിൽ ഒരു സംശയം വേണ്ട. അല്ല, അതിലൊരു കാര്യമുണ്ട്. ഇനി 3-4 സീറ്റിന് BJPക്ക് പിന്നിലായാൽ പോലും ഉണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ചാമ്പ്യൻ നിതീഷായി. പിന്നെ ഉറപ്പല്ല. എന്താ സംശയം? ഇപ്പോൾ തന്നെ കഴിഞ്ഞ തവണത്തെക്കാൾ 24ഓളം സീറ്റുകളിൽ ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു JDU. അപ്പോൾ നരേന്ദ്രമോദി അല്ല ഈ തവണ BJP അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്, അവിടെ നിതീഷ് കുമാർ തന്നെയാണെന്നേ, അതൊരു സംശയം. അത് മോദി സർക്കാരിന് മുമ്പിലും നിതീഷ് എന്ന് പറയുന്ന ആ നേതാവിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് കൂടുതൽ, അത് ചന്ദ്രബാബു നായിഡുവിനും വലിയ ആശ്വാസം പകരുന്നതാണ്. കാരണം കുറെ കൂടി ഡിമാൻഡിങ് ആവാം. അടുത്ത തവണയും നിർമ്മലാ സീതാരാമന് ബീഹാറിന് വേണ്ടി ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരും, വലിയ പാക്കേജുകൾ വെക്കേണ്ടതായി. ഒരു സംശയം വേണ്ട. ഇത് TDPക്കും കരുത്താണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ രണ്ട് പാർട്ടികൾക്കും ഒരു സംശയം വേണ്ട. അപ്പോൾ രണ്ട് ഘടകകക്ഷികളും മോദി ഭരണത്തിന് കീഴിൽ കൂടുതൽ കരുത്തരാകുന്ന ഒരു ജനവിധി ബീഹാർ ആ മുന്നണിക്കകത്ത് രൂപപ്പെടുത്തുകയാണ്. ഈ ജനവിധിയുടെ രാഷ്ട്രീയ പാഠം വിലയിരുത്താൻ, മനസ്സിലാക്കാൻ, അതിൽ നിന്ന് തിരുത്തലുകൾ വരുത്താൻ എത്രമാത്രം ഇപ്പുറത്ത് മഹാഗഡ്ബന്ധന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ആ പ്രതിപക്ഷ സഖ്യത്തിന് കഴിയും എന്നതും കൂടി ഒരു കാര്യം കൂടിയുണ്ട്. ഇത് JDUവിൽ ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാതിരുന്ന നിതീഷ് കുമാർ ഇത്തവണ ചോദ്യങ്ങൾക്ക് മുൻപിൽ നിൽക്കേണ്ടി വന്നു. ആ ചോദ്യങ്ങൾ ഉയർത്തിയവരും ഇനി നിതീഷ് കുമാറിന്റെ മുൻപിലേക്ക് തിരികെ മടങ്ങേണ്ടി വരും. സാറാണ് ഞങ്ങളുടെ നേതാവെന്ന് പറഞ്ഞുകൊണ്ട് തിരികെ മടങ്ങേണ്ടി വരും. അതിലൊരു സംശയം വേണ്ട. അപ്പോൾ നിതീഷ് കുമാർ സ്വന്തം പാർട്ടിയിലും അദ്ദേഹമാണ് ആ പാർട്ടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്തിരിക്കുന്നു. ഒരു സംശയം വേണ്ട. ഈ സീറ്റ് തന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത നേതാക്കന്മാരൊക്കെ തിരികെ വരേണ്ടി വരും. അല്ലാതെ ഒരു കാര്യവുമില്ല. അവിടെ
മോദിയല്ല ഇനി ഒന്നാമത് എന്റെ പടം വെക്കണം എന്ന് നിതീഷ് കുമാർ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ജനവിധിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ BJP-യുടെ ആശങ്ക PM ശ്രീയിൽ ഇനിയും നിതീഷിന്റെ പടം വെക്കണമെന്നൊരു ഘടകകക്ഷി രാഷ്ട്രീയത്തിൽ നിന്നിട്ട് ഡിമാൻഡ് ചെയ്യാൻ പോലും പറ്റുന്ന രീതിയിൽ രസകരമായിരിക്കും ഇതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ശരത്തൻ പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇവിടെ ദുഃഖിക്കുന്നത് മഹാസഖ്യത്തിൽ അന്ന് പക്വതയാർന്ന സമീപനം സ്വീകരിക്കാൻ കഴിയാതെ പോയ കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ്. കോൺഗ്രസ് അങ്ങനെ ദുഃഖിക്കൂ? ഞാൻ പറഞ്ഞത് ആ അങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. കോൺഗ്രസ് ദുഃഖിക്കുന്നല്ല പറഞ്ഞേ, കോൺഗ്രസിന്റെ സമീപനത്തോട് ചേർന്ന് നിൽക്കേണ്ടി വന്ന മഹാസഖ്യത്തിലെ മറ്റംഗങ്ങളല്ലേ ഇന്ത്യ മുന്നണിയിലെ വകതിരിവുള്ള മറ്റു പാർട്ടികളും അവരുടെ നേതാക്കന്മാർക്കും അത് വളരെ വലിയൊരു തിരിച്ചറിവാകും, ഒരു ഐ ഓപ്പണറാണ്, അല്ലെങ്കിൽ അവർക്ക് നേരത്തെ മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ആ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ നിൽക്കുന്ന കോൺഗ്രസ് ആ തരത്തിലൊരു വിശാല മനോഭാവം കാഴ്ചവെക്കാൻ തയ്യാറാകാതെ വന്ന ഇടത്തു തുടങ്ങിയതാണ് ഇന്ന് തന്നെ നിസ്സംശയം പറയാം. അല്ലെങ്കിൽ 2020 നിന്ന് 2025 ആ സഖ്യത്തിന് വളരാൻ കഴിയുമായിരുന്നു, ഇതുപോലെ തളരില്ലായിരുന്നു. 2024 ആ സഖ്യത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി വലിയൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ പരാജയത്തിൻ്റെ, എടുത്ത തീരുമാനങ്ങളുടെ തെറ്റായ വശങ്ങൾ ഒരിക്കൽ കൂടി ആ നേതൃത്വത്തെ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ, ഹൈക്കമാൻഡിനെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ബീഹാറിന്റെ ഇപ്പോഴത്തെയും ഈ അനുഭവം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയെങ്കിലും വയനാട്ടിലെ ഈ 11 മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സാധ്യത അല്ലെങ്കിൽ സിനാറിയോ കോൺഗ്രസ് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമാണ് ബീഹാറിൽ പറ്റ്നയിൽ നിന്നൊക്കെ വരുന്ന ഈ വാർത്തകൾ അവരെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ബീഹാറിൽ തോറ്റാലും നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ വയനാട്ടിലെ 11 മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഓർത്ത് നോക്കി. ഇപ്പോൾ രസകരമായ തമാശ കേൾക്കുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസിലെ സുഹൃത്തുക്കൾ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാറില്ലേ, ഇനി പ്രിയങ്ക ഗാന്ധിയുടെ മകന് വേണ്ടി ഞങ്ങൾ വയനാട്ടിൽ വോട്ട് ചോദിക്കേണ്ടി വരും എന്ന് പറയുന്നത് കേൾക്കാറില്ലേ? അതാണ് സാഹചര്യം. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ചിന്തിക്കുന്നില്ല.